സാറാണ് 2026 കീം എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ ഇതിനോടകം തന്നെ എല്ലാ കാര്യങ്ങൾക്കും രൂപകൽപ്പന നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ തന്നെ ആദ്യമേ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷം ആകെ പ്രശ്നമായിരുന്നു. ഈ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കുഴപ്പങ്ങൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു. ആദ്യത്തെ റാങ്കിന്റെ ലിസ്റ്റ് റദ്ദാക്കി, പിന്നെ പുതിയത് വന്നു. അന്നേരത്തേക്ക് നമ്മുടെ കേരള സിലബസിൽ പഠിച്ച കുട്ടികളൊക്കെ ഒത്തിരി പുറകിൽ പോയി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ മീറ്റിംഗ് അടുത്തത് കൂടി എങ്ങനെയായിരിക്കണം അടുത്ത വർഷത്തെ റാങ്ക് നിശ്ചയിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഉടൻ തന്നെ കാര്യങ്ങൾ വരും. അപ്പൊ അതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉടൻ തന്നെ എത്തിച്ചിരിക്കും. എല്ലാവരും നമ്മൾ മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് എന്തായാലും കേരള സിലബസുകാർക്ക് മറ്റോ CBSE ആയിട്ടാണല്ലോ പ്രശ്നം. ഇവിടെ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം അവർ കണ്ടുകൊണ്ടാണ് ഈ റാങ്കിന്റെ പട്ടികയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻസുകളും ഒക്കെ ഇച്ചിരി സിമ്പിൾ ആകുകയും അവരുടെ ഇച്ചിരി ടഫ് ആവുകയും ചെയ്യുന്ന രീതിയിൽ ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ് ഒക്കെ നടക്കുമ്പോൾ ഇച്ചിരി അവർക്ക് പ്രിഫറൻസ് ആവുന്ന രീതിയിൽ കൂടാണ് കാര്യങ്ങൾ പോകുന്നത്. മീൻസ് CBSEക്കാർക്ക്. അപ്പൊ അതിന്റെ നമ്മുടെ കറക്റ്റായിട്ട് ഇപ്പൊ ഒരാൾ ഇതിനെ വിലയിരുത്തുവാണെങ്കിൽ തമ്മിൽ ക്വസ്റ്റ്യൻ നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ഇത് മനസ്സിലാവാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇത് പറയും, ഏതാ രണ്ടുപേർക്കും ഒരേപോലെ അല്ലേ ഉള്ളൂ. എന്നാലും അവർ പഠിക്കുന്ന ക്വസ്റ്റ്യൻസുകളും അതിന് എക്സാം എഴുതുന്ന മാർക്കും ഒക്കെ നോക്കുമ്പോൾ അവർ നല്ല ടഫായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകളെ കവർ ചെയ്താണ് മാർക്ക് കിട്ടുന്നത്. അവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്താണ് ഈ പ്രോബ്ലങ്ങളെല്ലാം ചെയ്യുന്നത്. രണ്ടാമത് ഈസി ക്വസ്റ്റ്യൻസുകൾ. ഈ രണ്ട് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് നമ്മുടെ കുട്ടികളുടെ റാങ്ക് നഷ്ടപ്പെടുന്നത്. എങ്ങനെയാണ് റാങ്ക് നഷ്ടപ്പെടുന്നത്? നമുക്കിപ്പോൾ 360 മീൻസ് ഒരു സബ്ജക്റ്റിന് 120 വീതം. മീൻസ് സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, ഫസ്റ്റ് ഇയറിലെ നോക്കുന്നതേ ഇല്ല കേട്ടോ. സെക്കൻഡ് ഇയറിനെ അടിച്ച് പഠിച്ചോണം, അല്ലെങ്കിൽ നമുക്ക് ഈ എൻട്രൻസിനും കാര്യങ്ങൾക്കൊക്കെ പുറകോട്ട് പോകും. നമുക്ക് സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രം വരുമ്പോൾ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം 120 എടുക്കുന്നത് കേട്ടോ. 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ മാർക്ക് ഫസ്റ്റ് ഇയറിൽ എടുക്കുന്നതില്ല. ഫസ്റ്റ് ഇയറിലെ ആ 80 ഉണ്ടല്ലോ, മീൻസ് നമ്മൾ എഴുതി എടുക്കുന്നതും പിന്നെ 20 സിയും കൂടെ ആ 80 എടുക്കുന്നതേ ഇല്ല. ബാക്കി 120 200 ടോട്ടൽ. ആ 120 നമുക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത് നോക്കും. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ഇതിനെല്ലാം കൂടെ 360 നമുക്ക് എത്ര കിട്ടി, എന്നിട്ട് അതിനെ കൺവേർട്ട് ടു 300. അതാണ് നമ്മുടെ മാർക്ക്. ഇതാണ് നമ്മുടെ 50% ഇടുന്നത്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? കീമിന്റെ എൻട്രൻസിന്റെ മാർക്ക് കൂടെ ചേർത്ത് ടോട്ടൽ 600 ഇങ്ങനെയൊക്കെയാണ് കുറെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വരുമ്പോൾ നമ്മുടെ മാർക്ക് ഇപ്പോൾ 300ൽ 295 കിട്ടിയാലും ഇതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ എല്ലാം കഴിഞ്ഞ് നോർമലൈസേഷൻ പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ 295 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 280 ഒക്കെ ആവാം. അതാണ് ഒരു കുഴപ്പം. അപ്പൊ ഈ 15 മാർക്ക് അവിടെ കുറയുക. ഈ 15 മാർക്ക് കുറയുന്നതോട് കൂടി നമ്മൾ റാങ്ക് അങ്ങ് ഒത്തിരി പുറകോട്ട് പോകും. 15 എന്നൊക്കെ പറയുമ്പോൾ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ റാങ്ക് പുറകോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ ഇതേ കാര്യം CBSE കുട്ടികൾക്കാവുമ്പോൾ 300ൽ 295 കിട്ടിയ ഒരാൾക്കാണെങ്കിൽ അത് കൂടാതെ വിടുമ്പോൾ 297 ആവാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ പേര് നമ്മുടെ എപ്പോഴും CBSE പ്രിഫറൻസ് ആയിട്ടാണ്, മീൻസ് കൂടുതൽ റാങ്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇതിനെതിരെയൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടായി. ഈ വർഷം അതിന്റെ ഒരു വലിയൊരു പ്രശ്നം ഇപ്പോഴും കിടക്കുകയാണ്. ഇനി അതൊക്കെ എന്താവുന്നുള്ളത് പോകുന്ന വഴിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മുടെ മാർക്കിംഗ് സ്കീം മീൻസ് നമ്മുടെ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1:1 ആണ്. നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനെല്ലാം 1:1:1 ആണ് കേട്ടോ. എല്ലാം ഒരേ വെയിറ്റേജിലാണ്. പക്ഷെ അത് ഈ വർഷം മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഇത് മാറ്റിയപ്പെടാതെ പ്രശ്നമായി പിന്നെ എല്ലാം തിരിച്ചൊക്കെ വന്നു. ഈ വർഷം അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്ത് 5:3:2 മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി 5:3:2 ഈ റേഷ്യോയിലാവാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കെമിസ്ട്രിക്ക് ഏറ്റവും വെയിറ്റേജ് കുറവും. ആ രീതിയിൽ കൂടെയാണ് ഫിസിക്സിന്റെ ഇടയ്ക്ക് നിൽക്കും കേട്ടോ. എന്നാൽ കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും കൂടെ ടോട്ടലാണ് മാത്സിന് ഒറ്റയ്ക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് മാത്സിനെ നന്നായിട്ട് പഠിച്ചോണം. 2, നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി കമ്പ്യൂട്ടർ സയൻസ് ആണ്. നമുക്കിവിടെ PCMന്റെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 ആണ് കേട്ടോ. നിങ്ങളുടെ എക്സാമിന് ടോട്ടൽ എഴുതുന്ന ക്വസ്റ്റ്യൻസിന് 150 ആണ്.
ഇതിന്റെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 70 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 45 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ഇവിടെയാണ് 75 കേട്ടോ. ഉണ്ടോ? ഈ രണ്ടുപേരുടെയും കൂടെ ചേരുന്നത് മാത്സിനുണ്ട് 75 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസിനുള്ളിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തുമാത്രം പഠിക്കണം. രണ്ടുപേരുടെയും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്സിന് മാത്രം വരും. അതുകൊണ്ട് മാത്സിനെ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഇത്തിരി പ്രയോജനപ്പെടും. മാത്സ് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടമുള്ളവരൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണം, ഇഷ്ടമില്ലാത്തവരും ഇച്ചിരി കൂടുതൽ പഠിച്ചേക്കണം. ഇതിനൊക്കെ നമുക്കൊരു ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാവരും വെളിയിൽ പോയി പഠിക്കുന്നു എന്നുള്ളതിന് ഇപ്പൊ ഇച്ചിരി ബ്രേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ പഠിക്കാൻ നല്ല അവസരങ്ങളുണ്ട്, നല്ല കോളേജസ് ഉണ്ട്. ഈ നല്ല കോളേജസിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്കൊരു നല്ല മുൻനിരയിലുള്ള മീൻസ് ഏറ്റവും റാങ്കിങ്സിൽ ഫ്രണ്ടിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നേടിയെടുത്താൽ 4 വർഷം കൊണ്ട് അവിടെ നിന്ന് ഒരു പ്ലേസ്മെന്റ് കിട്ടും. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പഠിച്ച് വെളിയിൽ പോകാനുള്ള അവസരം കിട്ടും. അവരെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ആ രീതി കൂടെ. അല്ലാതെ ആദ്യമേ പൈസ മുടക്കി വെളിയിൽ പോയി പ്രശ്നം വന്നതിനും ഭേദം ഒന്ന് നല്ലൊരു ഏതെങ്കിലും ഒരു കോഴ്സ്, അതായത് നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ കാര്യമാണല്ലോ പറയുന്നത്, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ തന്നെ വലിയ ചെലവില്ലാതെ. പിന്നെ നമുക്ക് വെളിയിലോട്ട് പോകാനുള്ള അവസരങ്ങൾ മുന്നിൽ വന്നോളും. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നായിരിക്കും. എല്ലാ സബ്ജക്റ്റും പ്രത്യേകിച്ച് മാത്സ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വലിയ പ്രോബ്ലംസുകളൊക്കെ ഏറ്റവും സിമ്പിളാക്കി അതുപോലെ ട്രിക്സുകളും ഷോർട്ട് കട്ട്സുകളും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാം. പഴയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചോ. ഏറ്റവും നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒത്തിരി കുട്ടികൾ ഇത് അറിയാതെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോം എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളോട് എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.